സത്യം പറയാലോ റീ എൻട്രി വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സീസൺ ആയിരുന്നു കേട്ടത്. അത്രയും മോശം കണ്ടസ്റ്റൻസ്, അത്രയും മോശം. കാരണം പുറത്തുനിന്ന് അവർക്ക് പറയാൻ പറ്റാത്തതും പെട്ടെന്ന് ഔട്ടായതിൻ്റെ ദേഷ്യം എല്ലാം ഇവിടെ വന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവർക്കൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, മറ്റേ അക്ബറിൻ്റെ എന്തോ വലിയ മ്യൂസിക് ആൽബം ലോഞ്ചിങ്, ഇതിന് വേണ്ടി പിന്നെ അവർ ട്രിപ്പും പോയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വന്ന് പ്ലാൻ ചെയ്ത് ഇവർ തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും, ആരൊക്കെ ഇതിന് കാരണക്കാർ, അങ്ങനെ ഫുൾ ഭയങ്കര ഒരു ഗൂഢാലോചനയൊക്കെ നടത്തി ഇവരെല്ലാവരും ഒരു സെറ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീ ശക്തികളൊക്കെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു സെറ്റായിട്ട് ഇവരെല്ലാവരും കരുതി കൂട്ടി വന്ന് ഇവിടെ അങ്ങോട്ട് ഛർദ്ദിച്ചു. അതായത് അനുമോൾ പ്രധാന ടാർഗറ്റ്. ഇതിനെ പറ്റി ഒരു അബദ്ധം എന്താണെന്നറിയാം, മന്ദബുദ്ധികളായ രണ്ടുപേർ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി, ആദിലയും നൂറയും. ഇവർക്ക് വോട്ട് കിട്ടുട്ടോ, കാരണം ഇവർ അതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണല്ലോ. അപ്പോൾ ആദിലയും നൂറയും എന്ന് പറഞ്ഞാൽ ഈ വന്ന ആൾക്കാരുടെ കൂടെ നിന്ന്, ഇവർ കുറച്ച് കഴിഞ്ഞ് പോയാൽ പിന്നെ ഈ 2-3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് അനുമോളെയും എല്ലാവരെയും അങ്ങോട്ട് ഷാനവാസിനൊക്കെ ആദിലയും നൂറ് വന്നപ്പോൾ തൊട്ട് ആരാണോ തങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവർ നന്നായി കുറ്റം പറയും. അതായത് ഇവർ രണ്ടുപേരും പരസ്പരം അല്ലാതെ ഇവർക്ക് മറ്റാരെയും ഇഷ്ടമല്ല. അതൊരു സത്യം തന്നെയാട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഷാനവാസിനെയും അനുമോളെയും വരെ ഇവർ ഭയങ്കര കുറ്റമാണ്. ഇവർക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഗെയിം ആയിരിക്കട്ടെ. എനിക്ക് എപ്പോഴും തോന്നുന്നു അനുമോളോട് ഗെയിം ആയിരുന്നു ഷാനവാസും. രണ്ടാളും കത്തി നിൽക്കുന്ന ആൾക്കാരായ കാരണം കൂടെ നിർത്തി, അത്ര തന്നെയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവരുടെ ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റില്ല. RJ ബിൻസി, രഞ്ജിത്ത് മുൻഷി, ശരത്തപ്പന് വന്നപ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്ത് നിന്നു. പിന്നെ അങ്ങോട്ട് അലമ്പായി. ഏറ്റവും ഇതായത് എന്താണെന്ന് വെച്ചാൽ RJ ബിൻസി ശൈത്യ ഇവരൊക്കെ എന്തായാലും സൈബർ ബുള്ളിങ് ആണ്. അപ്പോൾ അങ്ങോട്ട് നനഞ്ഞു, ഇനി കുളിച്ച് കയറാമെന്നുള്ള പോലെ എല്ലാം അങ്ങോട്ട് വിളമ്പുകയാണ്. പുറത്തിറങ്ങിയ പിന്നെയും ഇതിൻ്റെ പേരിൽ ഒരു PR ആണെങ്കിൽ PR പൈസ കിട്ടിയാൽ പോകും, പക്ഷെ ജനങ്ങളുടെ മനസ്സിലിതുണ്ടാവും. മസ്താനി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. മസ്താനിയുടെ കുറേ പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നു. അവരുടെ പേര് മാറ്റിയത്, അവരുടെ പണ്ടത്തെ രൂപം, പിന്നെന്താ ഉപ്പയുടെ കേസ്, ഉമ്മ ഇവരെന്തോ അങ്ങനെ കുറേ കേസുകളുണ്ട്. അതൊക്കെ പുറത്തെല്ലാവരും അറിഞ്ഞു. മസ്താനിക്ക് ഇത് ഉള്ളിലുണ്ട്. ആ ഉള്ളിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇത് വന്നത്. വരണ്ടാന്ന് വിചാരിച്ചിരുന്നു എന്നൊരു വേറൊരു ഇതിൽ പറയുന്നത് കേട്ടു. വന്നിട്ട് ആ ആളെ പിന്നെയും കുത്തുക എന്ന് പറഞ്ഞുണ്ടല്ലോ, എനിക്കിതൊന്നും പറ്റില്ല കേട്ടോ. കാരണം മസ്താനി അങ്ങോട്ട് കോംപ്രമൈസിന് ചെന്നപ്പോൾ പോലും പുള്ളിക്കാരി അത് സമ്മതിക്കുന്ന താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം. അപ്പം മസ്താനിനെ ട്രിഗർ ചെയ്തു. അപ്പം മസ്താനി തിരിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ ബിൻസി അതിലേറെ ട്രിഗറായി. ബിൻസി വന്നിട്ട് ബിൻസിയുടെ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്തിരി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണത് അഭിഷേക്, പ്രവീണ്, പിന്നെ അങ്ങനെ കുറച്ച് പേര്, ജിഷിനൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ബാക്കി അക്ബറാണെങ്കിൽ ഇതിലൊക്കെ അങ്ങോട്ട് രസം കൊണ്ടേയിരിക്കുകയാണ്. കാരണം ചുറ്റിനും തല്ലല്ലേ. സത്യം പറയട്ടെ, വേണ്ടായിരുന്നു കേട്ടോ റീ എൻട്രി, അത്രയ്ക്ക് മോശമായിരുന്നു.